ഉദയനും നന്ദനയും ഒന്നായതിൽ കാർത്തികയ്ക്കും യതീന്ദ്രനും ഉറക്കമില്ലെന്ന് പ്രതാപവർമ്മ. ബുദ്ധിപരമായി സംസാരിക്കുന്ന പ്രതാപവർമ്മയുടെ വാക്കുകൾ ഉദയൻ മനസ്സിലാക്കുന്നു. നന്ദനയുടെ ആയുസ് നിലനിർത്താൻ നന്ദന ഒരിക്കലും ഒരു അമ്മയാവരുതെന്ന് ഉദയനോട് പ്രതാപവർമ്മ. പ്രതാപവർമ്മയുടെ വാക്കുകൾ നമ്മളെ ചതിക്കാനാണെന്ന് കാർത്തികേയ യതീന്ദ്രനോട്. ഇനിയും നമ്മൾ ബുദ്ധിപരമായി നീങ്ങണമെന്നും കാർത്തിക. യാത്ര പുറപ്പെടാനൊരുങ്ങുന്ന നന്ദനയും ഉദയനും. അവർ അവരുടെ സ്നേഹപ്രകടനങ്ങൾ പങ്കുവെക്കുന്നു. ഇനി തുടർന്ന് കാണുക. ഞാൻ 2 ദിവസം മുമ്പ് വന്നിരുന്നു. അന്നേരം സുമിത്ര ഇവിടെ ഇല്ലായിരുന്നു. ബുധനാഴ്ച ആണെങ്കിൽ ഞാൻ റേഷൻ കടയിൽ പോയതായിരിക്കും. ഞാൻ വന്ന വിവരം സുമിത്രയോട് പറഞ്ഞില്ലായിരുന്നു മനുഷ്യ. ഞാൻ മറന്നുപോയി. അതുകൊള്ളാം. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ പറഞ്ഞിട്ട് മറന്നുപോയി പോലും. എത്ര ഈസി ആയിട്ടാ പറയുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. എന്ത് കാര്യം ചന്ദ്രൻപിള്ളേ? ഒന്നല്ല, 2-3 വിഷയങ്ങളുണ്ട്. നിങ്ങളുടെ ഭർത്താവ് വരുത്തി വെച്ച ഒരു ബാധ്യത തീർക്കാനായിട്ടാണ് സുമിത്രയ്ക്ക് പനക്കിലെ വീട് വിൽക്കേണ്ടി വന്നത്. സാമാന്യം ഭേദപ്പെട്ട വില തന്ന് ഞാൻ ആ വീടും പറമ്പും വാങ്ങിച്ചു. ഭേദപ്പെട്ട വിലയൊന്നും ആയിരുന്നില്ല. എന്റെ നിവർത്തികേടുകൊണ്ട് കിട്ടിയ വിലയ്ക്ക് തന്നു എന്ന് പറയാം. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? തരക്കേടില്ല. എന്തായാലും സുമിത്രയ്ക്ക് ഞാനായിട്ടൊരു നിവൃത്തികേടുണ്ടാക്കിയിട്ടില്ല. അതെ, കാട് കയറിയൊക്കെ സംസാരിക്കുന്നതിനാ വിവരം അങ്ങ് പറഞ്ഞാ പോരെ. വിവരം നേരത്തെ ഇയാളെ അറിയിച്ചിട്ട് അത് തന്റെ അമ്മയോട് പറഞ്ഞില്ലല്ലോ. സുമിത്രേ, പനക്കിലെ വീട് വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് വിശേഷിച്ചൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അവിടെ താമസിക്കാൻ പറ്റിയില്ല. ഉള്ള സ്ഥലത്ത് കൃഷി ഇറക്കി നോക്കിയിട്ട് ഭേദപ്പെട്ട വിളവും കിട്ടിയില്ല. പെരയിടിച്ചു പൊളിച്ച് വേറെ വീട് വെക്കാന്ന് പറഞ്ഞപ്പം എന്റെ വീട്ടുകാർക്കൊട്ട് സമ്മതവുമല്ല. ചുരുക്കത്തിൽ എനിക്ക് ആ വസ്തു ഇടപാട് നഷ്ടക്കോളായി. നിങ്ങൾക്കൊരു തുക കൈ കിട്ടിയത് മിച്ചം. ഉള്ളത് പറഞ്ഞാൽ എനിക്ക് വേറൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സുമിത്ര പനക്കിലെ വീട് തിരിച്ചു വാങ്ങുന്നു. ഇയാളൊരു തുണിക്കട തുടങ്ങിയത് പച്ച പിടിക്കുമെന്നും 4 കാശുണ്ടാക്കുമെന്നും വിചാരിച്ചു. എന്നിട്ട് പനക്കിലെ വീടും സ്ഥലവും എന്നോട് ചോദിക്കുമെന്നും കരുതി. സ്വയം പുകഴ്ത്തുമല്ല, എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിങ്ങളെ ഓർത്തിട്ടല്ല, ശിവരാമനെ ഓർത്തിട്ടാ. ആ മനുഷ്യന്റെ വിയർപ്പാണല്ലോ ആ വീട്. പറഞ്ഞിട്ടെന്താ, നിങ്ങൾക്ക് 2 കാലിൽ നിവർന്നു നിൽക്കാനുള്ള ശേഷിയില്ലാത്ത അവസ്ഥയായില്ലേ? പിന്നല്ലേ വീട് വാങ്ങിക്കുന്നത്. ഇതെല്ലാം ചന്ദ്രൻപിള്ളയ്ക്ക് അറിയാം, എനിക്കും അറിയാം. പിന്നെ എന്തിനെങ്ങനെ വിശദീകരിക്കുന്നേ? കാര്യമുണ്ട്. പനക്കിലെ വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനമായി. നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. ഇടനിലക്കാരൻ വഴിയാണ് എന്നെ സമീപിച്ചത്. എന്തെങ്കിലും ആവട്ടെ, വില പറഞ്ഞുറപ്പിച്ചു. ഇന്നോ നാളെയോ രജിസ്ട്രേഷൻ നടക്കും. ഒരു കണക്കിന് കൈയൊഴിയുന്നതിൽ ആശ്വാസമുള്ള എനിക്ക് ഇത് ഇവിടെ വന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനസ്സിലായി. അത്രയും വിഷമം ഞങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടേത്, അതല്ലേ? നിങ്ങളെ വിഷമിച്ചിട്ട് എനിക്കെന്ത് നേട്ടമുള്ളത്? പനക്കിലെ വീട് എന്റെ തലേന്നൊഴിഞ്ഞു. ഇനി ഒരു വീടുമായി ബന്ധപ്പെട്ട തലവേദന കൂടി ഒഴിവാക്കണം. അതാ പറയാൻ പോകുന്നത്. ഈ വീടിന്റെ കാര്യമാ. വാടകയുടെ വിഷയമാണെങ്കിൽ ഉടനെ തന്നേക്കാം. ഉടനെയോ? ഇത് എത്ര കാലമായി നിങ്ങൾ പറയുന്നു? ഉടനെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ആണെന്നാണോ അർത്ഥം? വാടക കുടിശ്ശികയായിട്ട് 1 വർഷമാകുന്നു.
3000 രൂപ വെച്ച് 13 36. 36,000 രൂപയുണ്ട്. എന്ന് തരും? എന്ന് തരും സുമിത്രേ? കുറച്ച് സാവകാശം കൂടി വേണം. ഇളവ് അനുവദിക്കുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. തരണമെങ്കിൽ കയ്യിൽ കാശ് വേണ്ടേ? വേണം. അതെ, ഈ കാശ് തനിയെ ഉണ്ടാവത്തില്ല. ഉണ്ടാക്കണം. അതിന് ജോലി ചെയ്യണം. നമ്മൾ തമ്മിൽ പറഞ്ഞാൽ ശരിയാവത്തില്ല മനീഷേ. ഇയാളെ കുറിച്ച് എനിക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ. അപ്പൊ സുമിത്രേ, വീട് ഉടനെ ഒഴിഞ്ഞു തരണം. വാടക കുറച്ചെങ്കിലും ഞാൻ ഉടനെ തരാം. മുഴുവൻ തുകയും തന്നാലും നിങ്ങൾക്ക് ഈ വീട് തുടർന്ന് വാടകയ്ക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭാര്യയ്ക്കും മക്കൾക്കും താല്പര്യമില്ലെന്ന് കൂട്ടിക്കൂ. ഇന്നോ നാളെയോ വീടൊഴിഞ്ഞു തരണം. പകരം ഞങ്ങൾക്ക് എന്തെങ്കിലും ആലോചിക്കണ്ടേ? താമസിക്കാനുള്ള സൗകര്യം അന്വേഷിക്കണ്ടേ? പെട്ടെന്നിങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? പെട്ടെന്നോ? കഴിഞ്ഞ ദിവസം ഇത് ഞാൻ നിങ്ങളുടെ മോനോട് വ്യക്തമായി സംസാരിച്ചതാ. അതാ ഇദ്ദേഹം പറഞ്ഞത് മറന്നുപോയെന്ന്. ഇത്രയും നാളും ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. അവസാന നിമിഷത്തിൽ മുഷിയാൻ ഇടവരരുത്. ആളിനെയും കൂട്ടി വന്ന് ഉടനെ ഞാൻ വീട് പൂട്ടിക്കൊണ്ട് പോകും. അതിനു മുമ്പ് ഒഴിയണം. ഒഴിഞ്ഞു തരണം. ചായ. അല്ല, രഘു എന്നാ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുന്നത്? 2 ദിവസം എന്ന് പറഞ്ഞാ പോയത്. ബിസിനസ് ടൂർ അല്ലേ, ചിലപ്പോ 4-5 ദിവസം എടുക്കുമായിരിക്കും. അയാളുടെ ബിസിനസ് ഒക്കെ ഇപ്പൊ എങ്ങനെ? കാര്യമായ വല്ലതും നടക്കുന്നുണ്ടോ? നോട്ടിന്റെ പ്രശ്നം വന്നേ പിന്നെ ക്ഷീണാവില്ലേട്ടാ. കിട്ടാനുള്ള തുക കിട്ടുന്നുമില്ല, നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കുകയും വേണം. കുറച്ചുനാൾ കൂടി ഈ ക്രൈസിസ് തുടരും. നന്ദനെയോ ഉദയേട്ടനോ വില്ലേട്ടനെ വിളിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു പതിവില്ലല്ലോ. പതിവുകളെല്ലാം മാറി വന്നിരിക്കയല്ലേ. നിങ്ങൾ കുന്നത്തൂര് പോയിട്ട് നന്ദനെ കണ്ടിരുന്നോ? ഇല്ലെന്നേ, അവരെവിടെയോ യാത്ര പോയിരിക്കുക. എവിടെയാ പോയതെന്ന് വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ല. പ്രതിഭയ്ക്ക് അവളെ ഒന്ന് വിളിക്കാമായിരുന്നു. എന്തിന്? എന്റെ പട്ടി വിളിക്കും. അവളുടെ പൊങ്ങച്ചം കേൾക്കാനേ എനിക്കൊരു താല്പര്യമില്ല. എനിക്കൊട്ട് കാണുകയും വേണ്ട. ഇവിടുത്തെ അമ്മയും സേതുനാഥനും കൂടി ഒരു പണിയൊപ്പിച്ചു വെച്ചത് ഇത്രയും വലിയ കുരിശാവുന്ന ആരറിഞ്ഞു? നന്ദനെ ഇവിടെ കുടിയിരുത്തിയിട്ട് കുഞ്ഞമ്മേ മുത്തശ്ശി അങ്ങ് പോയി. പാരയായതോ ബാക്കിയുള്ളവർക്ക്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും നന്ദന കാരണം നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മയുടെ സേതുവിന്റെ പ്രോപ്പർട്ടീസിന്റെ പങ്ക് എനിക്കും കിട്ടേണ്ടതല്ലേ? അതും അവള് കൊണ്ടുപോയി. കൊണ്ടുപോയിന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ ചേട്ടനും അനിയും കൂടെ ചേർന്ന് അതിൽ കുറെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്കാത്തെന്താ? ചേട്ടനും അനിയനും ചേർന്നു. രഘുവും പ്രതിഭയും നിങ്ങളുടെ പല ആലോചനകളിൽ നിന്നും എന്നെ ഒഴിവാക്കി. അയ്യോ വല്യേട്ടാ, ഞാനറിയാതെ രഘുവേട്ടൻ എന്തെങ്കിലും? വേണ്ട പ്രതിഭേ, ഐ നോ എവറിത്തിങ്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ ആയിക്കോ, എനിക്കൊരു പരാതിയുമില്ല. വല്യേട്ടനെ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നന്ദനയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാ ഞങ്ങള് മാത്രമായിട്ട് എടുക്കോ? വല്യേട്ടനും കൂടെ അതിന്റെ പങ്ക് തരില്ലേ? ഉദയനും നന്ദനയും തമ്മിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്തെങ്കിൽ ഇനി ആ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കണ്ട. അധികം നാൾ അവരടുപ്പത്തിൽ തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദയേട്ടനല്ലേ ആള്. നന്ദനയുടെ താൻപൊരുമയൊന്നും പുള്ളി വകവെച്ചു കൊടുക്കില്ല. ഇതിനോടകം അവര് തമ്മി ഉടക്ക് തുടങ്ങി കാണും. എത്രയും പെട്ടെന്ന് തമ്മിലടി തുടങ്ങിയേക്കണേ ഈശ്വരാ.
ആരോ വരുന്നുണ്ടല്ലോ. ഉം? ഇങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ? നല്ല പരിചയമുള്ള വണ്ടിയാണല്ലോ. ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? വാ, ഞാനിപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞ് തീർന്നതേ ഉള്ളൂ അല്ലേ വലിയേട്ടാ? വാന്നേ, വാ. വാ ഉദയ. ഉദയനിരിക്കെ. വല്യമ്മ മാത്രമേ വന്നുള്ളൂ? അതെ. രഘുനാഥനല്ലേ? രഘുനാഥനോ? അമ്മാവനേട്ടോ? ഓ, അത് ഞാൻ മറന്നു. ആ, രഘുവേട്ടൻ ബിസിനസ് ആവശ്യത്തിന് ചെന്നൈ പോയിരിക്കുക. ഭാസ്കരമാവൻ വരാറില്ലേ? എന്നും വരലൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാ വരും. ഇവിടെ ഇപ്പൊ കാര്യസ്ഥന്റെ ആവശ്യമില്ലെന്നുള്ളതാ ശരി. പിന്നെ എന്തൊക്കെയുണ്ട് ഉദയ വിശേഷങ്ങള്? കാണുന്നില്ലേ വല്യേട്ടാ, ഇത് തന്നെയല്ലേ വലിയ വിശേഷം. ഇവരിങ്ങനെ ഇണക്കത്തോടെ കാണാൻ നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിച്ചതാ. കുടിക്കാൻ എന്താ എടുക്കണ്ടേന്ന് പറഞ്ഞില്ല? ഇപ്പൊ ഒന്നും വേണ്ട അമ്മായി. ഞങ്ങള് KTDCയുടെ റെസ്റ്റോറന്റിൽ കയറിയിരുന്നു. ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. എന്നാലും ഊണും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. അതിന് ഞങ്ങളൊന്നും പോകുന്നില്ല. ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധം. എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? ഹേയ്, അസൗകര്യോ? അത് കൊള്ളാം, സന്തോഷമുള്ള കാര്യല്ലേ അല്ലേ വല്യേട്ടാ? വല്യമ്മാവൻ ഇന്ന് പോണ്ട, നമുക്ക് ഇവിടെ കൂടാം. അല്ല, ഞാൻ ഇന്ന് പോകുന്നില്ല. ഇറ്റ്സ് ഡിസൈഡഡ്. ഓക്കെ. കാറിന്ന് ബാഗ് എടുത്തില്ല, ഞാൻ പോയി എടുക്കാം. ആ, നിക്ക്. വണ്ടി ലോക്ക്ഡാ. ഞാനും വരാം. ആ. മുത്തശ്ശിയുടെ റൂമായിരുന്നു ഇത്. ഈ മുറിയിൽ ഇരിക്കുമ്പോഴാ ആദ്യമായി ഞാനൊരാളെ കാണുന്നത്. ആരെ? ആരെന്ന് പറയൂ. അമ്മായി ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഈ വരവ്. ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയല്ലേ മുൻകൂട്ടി അറിയിക്കണ്ടെന്ന് താൻ പറഞ്ഞത്. പ്രതിഭമായിക്ക് ഇതൊന്നും ഒരു ഞെട്ടലല്ല. സത്യത്തിൽ തന്റെ കൊച്ചു കൊച്ചു ജയങ്ങളാണ് ഇതൊക്കെ അല്ലേ? അല്ല, ആരെയും തോൽപ്പിക്കണമെന്ന് എനിക്കില്ല. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. ഇനിയും ചില കടമകൾ കൂടി ബാക്കിയുണ്ട്. സന്തോഷം പങ്കിടാനായാലും കടമ നിറവേറ്റാനായാലും കൂടെ ആളുണ്ടെന്ന വിശ്വാസ ഇപ്പൊ എന്നെ നയിക്കുന്നത്. സന്തോഷത്തിൽ മാത്രമല്ല,
സങ്കടങ്ങളിൽ ഞാൻ കൂടെ നിൽക്കുമെന്നറിയാം. സങ്കടങ്ങളെന്ന് പറഞ്ഞിടത്ത് ഒരു തിരുത്ത് വേണ്ടി വരും. സങ്കടങ്ങൾ ഉണ്ടെങ്കിലല്ലേ കൂടെ നിൽക്കേണ്ട ആവശ്യം വരൂ. അങ്ങനെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? വല്യളിയൻ വിളിച്ചപ്പോഴേ ഞാൻ പുറപ്പെട്ടു. എവിടെ രണ്ടുപേരും? പതുക്കെ മുറിയിലുണ്ട്. ഇത്രയ്ക്കധികം സംസാരിക്കാൻ എന്താണോ ഉള്ളത്? ബാക്കിയുള്ളവരും കല്യാണമൊക്കെ കഴിഞ്ഞ് തന്നെ അങ്ങോട്ട് വന്നത്. ഇത് കുറെ അധികപ്പറ്റ. ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഉദയനും നന്ദനയും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. സത്യമായിട്ട് പറയണമല്ലോ. അവര് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് പ്രഖ്യാപിക്കാനാണോ വെല്ലുവിളി രാത്രി എന്നെ വിളിച്ചു വരുത്തിയത്? അല്ല പ്രതാപേട്ട, കാര്യമുണ്ട്. വലിയേട്ടൻ പറ. ഉദയനെയും നന്ദനെയും ഒരുമിച്ച് കിട്ടിയ അവസരമാണിത്. നമുക്ക് അവരോട് വല്ലതും സംസാരിക്കണമെങ്കിൽ കുന്നത്തൂർ വരെ പോണ്ടേ? അവിടെ മറ്റുള്ളവരും കാണും. ഇതിപ്പോ എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു ചാൻസ് ഒത്തു വന്നിരിക്കുക. എന്ത് വിഷയം സംസാരിക്കാനാ? സ്വത്തിന്റെ കാര്യമാ. സേതുനാഥുവിന്റെ അമ്മയുടെയും വിൽപ്പത്രം അനുസരിച്ച് നന്ദനയ്ക്കാണല്ലോ ഇവിടുത്തെ സ്വത്തിന്റെ ഒട്ടുമുക്കാലും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു റീതിങ്കിങ് നടത്തണമെന്ന് പ്രതാപൻ നന്ദനോട് പറയണം. ഉദയന്റെ പ്രസൻസിൽ തന്നെ പറയണം. അല്ല, ഉദയനുമായി ഏറ്റവും അടുപ്പമുള്ളത് പ്രതാപനാ. പ്രതാപേട്ടൻ പറഞ്ഞാ ഉദയേട്ടൻ കേക്കും, ഉദയേട്ടൻ പറഞ്ഞാ നന്ദന കേക്കും. മനസ്സിലായി. റൂട്ട് മനസ്സിലായി. വെല്ലുവിളിയനും പ്രതിഭയ്ക്കും പെട്ടെന്ന് എന്റെ കാര്യം ഓർമ്മ വന്നല്ലോ. എന്നെ വിളിച്ചു വരുത്തിയല്ലോ. ഈ സ്നേഹം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും സംസാരിക്കാം. അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഒരുക്കി തരണം. ഓക്കെ? ഓക്കെ ഏട്ടാ, ശരി ഏട്ടാ, കാണാം. അവിടെ നിക്കടാ. നിന്നോടാ പറഞ്ഞത് അവിടെ നിൽക്കാൻ. ഞാൻ കേട്ടില്ല. നീ കുടിച്ചിട്ടുണ്ടോ? നീ കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? ഏയ്, ഒരു സോഡ കുടിച്ചായിരുന്നു. സോഡയുടെ നാറ്റേത്? സ്മെല്ലുണ്ടോ? നിന്റെ ബൈക്ക് എവിടെ? മനീഷിന്റെ ബൈക്ക് എവിടെയെന്ന്? ഓ, പറഞ്ഞ പോലെ എന്റെ ബൈക്ക് എവിടെ പോയി? ഒരെണ്ണങ്ങ് വെച്ചു തന്നാലുണ്ടല്ലോ. ബൈക്ക് എന്തെന്ന് പറയടാ. എന്റെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് കൊണ്ടുപോയി. ഏത് കൂട്ടുകാരൻ? എന്റെ എല്ലാ കൂട്ടുകാരും അമ്മയ്ക്ക് അറിയോ? സത്യം പറ മനീഷേ, നീ ആ വണ്ടി വിറ്റോ അത് പണയം വെച്ചോ? വിൽക്കാനോ? അല്ല, അമ്മയ്ക്ക് ഇത് എന്താ? നിന്റെ മുഖം കണ്ടാലറിയാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. മര്യാദക്കുള്ള കാര്യം പറയുന്നതാ നിനക്ക് നല്ലത്. അതെ, എനിക്ക് എന്റേതായ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെനിക്ക് കയ്യിൽ ചില്ലറ വേണം. ബൈക്ക് ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിച്ചു. വിറ്റ് തുലച്ചെന്ന് പറ. വിറ്റിട്ടൊന്നും ഇല്ലെന്ന്. കാശ് തിരിച്ചു കൊടുക്കുമ്പോ വണ്ടി അവൻ ഇങ്ങോട്ട് തരും. ദാറ്റ്സ് ഓൾ. ഇവിടെ ഇരിക്കട. അതിന് നീ എവിടെന്ന് പൈസ എടുത്ത് കൊടുക്കും? കിട്ടിയ പൈസന്ന് കുറച്ചെങ്കിലും എടുത്ത ചന്ദ്രൻപിള്ളയ്ക്ക് കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ? അത്രയും വാടക ബാക്കി തീർത്തിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുമായിരുന്നു. വാടക കുടിശ്ശിക കൊടുത്തില്ലെങ്കിലേ ചന്ദ്രൻപിള്ള എന്നെ മൂക്കി കയറ്റുവോ? എന്നാ പിന്നെ എനിക്കത് കാണണമല്ലോ. കാണാം. അയാൾ ഇവിടുന്നേ അടിച്ചിറക്കി വിടുന്നതാ കാണാൻ പോകുന്നത്. ഓ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് കേരളമല്ലേ? വാടകക്കാർക്കും അതിൻ്റെതായ അവകാശങ്ങളുണ്ട്.
ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ഉം. കുടിച്ചിട്ട് വന്ന് നാണമില്ലാതെ ഓരോന്ന് പറയുന്നു. ഉം? ചന്ദ്രപിള്ള വരുമ്പോ ഇറങ്ങി കൊടുത്തേ പറ്റൂ. ആ? അതെ, നമ്മളെന്തിനാ അയാളെ പേടിക്കണം? ദേ, പനക്കിലെ വീടേ അയാള് വിറ്റത്രേ, വൃത്തികെട്ടവൻ. അതിനു മുമ്പേ അയാൾ നമ്മളോട് വാക്ക് ചോദിച്ചാ. ചന്ദ്രൻപിള്ള പോലും, ചന്ദ്രൻപിള്ള. ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ നീ ആ വീടങ്ങ് വാങ്ങിക്കുമായിരുന്നു. പനക്കലിൽ നിന്ന് ഇറങ്ങി പിന്നെ ഗതി പിടിച്ചിട്ടില്ല. അതാ സത്യം. അതിനു മുമ്പ് ഭയങ്കര ഗതിയായിരുന്നു. സ്വന്തമായിട്ടൊരു കൂര ഉണ്ടെന്നുള്ള സമാധാനെങ്കിലും ഉണ്ടായിരുന്നു. അത് നിനക്ക് മനസ്സിലാവില്ല. അതെന്താ? എനിക്ക് അത്രയും മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലേ? സെൻസിബിലിറ്റി ഇല്ലേ? മിണ്ടരുത് എന്നോട് നീ. ഉള്ളതുകൊണ്ട് ഓണം പോലെ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ശിവരാമേട്ടൻ, കുഞ്ഞുങ്ങള്. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത്. എന്നോ കണ്ടിട്ടും മറക്കാത്തൊരു സ്വപ്നം. ഇനി ആ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുന്നതിന് പോലും അർത്ഥമില്ല. വേണമെങ്കിലേ വരക്കിൽ വരെ അത് പോവാ. അല്ല, വീടൊന്നുകൂടെ കാണാലോ. അവസാനായിട്ട് കാണാനോ? വേണ്ട, കാണണ്ട എനിക്ക്. ഒക്കെ അനുഭവിക്കാനാ വിധി. എല്ലാത്തിനും കാരണം അവളാ, നന്ദന. അതെ, എന്റെ മക്കൾ ഒന്നും ഗതി പിടിച്ചിട്ടില്ല. നീ ഉൾപ്പെടെ എല്ലാം പാഴായിപ്പോയി. പക്ഷെ അവള് നേടി വല്ലാത്തൊരു നേട്ടം. നന്ദിയില്ലാത്തവള്. വളർത്തുപുത്രിയല്ലേ, ഒന്ന് പോയി കാണ്. ഞാനോ? അതിനെ പനക്കല സുമിത്ര ഒന്നുകൂടി ജനിക്കണം. പനക്കല സുമിത്രയാ? അതൊക്കെ പണ്ട്. ഇനിയേ ആ വീട്ടു പേരങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. വാടക വീട്ടിലെ സുമിത്ര. അതിപ്പ നാളെ ചിലപ്പോഴേ വഴിയാധാരം സുമിത്രയാവും കേട്ടാ. പറയണടാ, നീ തന്നെ ഇതൊക്കെ പറയണം. ഓ, ഫീൽ ചെയ്തെങ്കിലേ സോറി, എക്സ്ട്രീംലി സോറി. സോറി കേട്ടാ, സോറി, എക്സ്ട്രീംലി സോറി. എന്റെ ദൈവമേ,